ഇതുപോലൊരു വട്ടത്തിൽ നിന്ന് നമുക്കൊരു റോസാപ്പൂ വരച്ചെടുത്താലോ? ആദ്യം നമുക്കൊരു പേപ്പറിൽ ഒരു വട്ടം വരക്കാം. എന്നിട്ട് അതിന്റെ സെന്ററിൽ നിന്ന് കുറച്ച് മുകളിലായി ഒരു ചെറിയ ഓവൽ ഷേപ്പ് വരച്ച് അതിന്റെ സൈഡിലേക്കായി ഇങ്ങനെ വളച്ച് കുഞ്ഞ് ഇതളുകളും വരക്കാം. എന്നിട്ട് താഴേക്കായി രണ്ട് സൈഡിലും ചെറിയ ലൈൻസും വരച്ചെടുക്കാം. ഇനി ഇതുപോലൊരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ സൈഡിലേക്ക് അവസാനിക്കുന്ന വിധത്തിൽ ചുറ്റും റൗണ്ട് വരക്കാം. ഇനി ഇങ്ങനെ രണ്ട് ലൈനും കൂടി ആയിക്കോട്ടെ. ഇനി ആ വട്ടത്തിന് പുറത്ത് പോകാത്ത വിധത്തിൽ താഴെയും രണ്ട് സൈഡിലും 3 വലിയ ഇതളുകളും വരച്ചെടുക്കാം. ഇനി ഇങ്ങനെ രണ്ട് ലൈനും കൂടി വരക്കണേ. ഇനി ഈ തണ്ടുകൾ ചെറിയ വളവുള്ള ലൈൻസ് ആയി വരക്കുക. അറ്റത്തൊരു ഓവൽ ഷേപ്പും കൂടി ആവാം. ഇനി ഫ്ലവറിന്റെ താഴെ ഇങ്ങനെ കുറച്ച് ഷേപ്പും വരച്ചെടുക്കുക. ശേഷം ഇനി തണ്ടുകൾ കനം കൂട്ടിയിട്ട് മുള്ളുകളും വരച്ചേർക്കാം. എന്നിട്ട് ആ ഓവൽ ഷേപ്പ് നമുക്ക് മുട്ടുപോലെ ആക്കി കൊടുക്കാം. ഇനി അറ്റത്ത് ഇങ്ങനെ സിഗ്സാഗ് ഷേപ്പ് വരുന്ന വിധത്തിൽ കുറച്ച് ഇലകളും വരച്ചെടുക്കാം. എന്നിട്ട് ഒരു 10B പെൻസിൽ കൊണ്ട് എല്ലാ ലൈൻസും കട്ടികൂട്ടി വരച്ച് ഇതളുകളുടെ ഉൾഭാഗങ്ങളിൽ അഥവാ വെളിച്ചം തട്ടാത്ത ഭാഗങ്ങളിലും കൂടി ഷെയ്ഡ് ചെയ്യാം. പൂവിന്റെ തൊട്ട് താഴെയുള്ള തണ്ടിന്റെ ഭാഗവും ഡാർക്ക് ആക്കാം. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ലൈൻസ് ഒക്കെ കനം കൂട്ടി ഒരു മീഡിയം രീതിയിലും ഷെയ്ഡ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ആയ ലൈക്കും കമന്റും ചെയ്യണേ.